സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം നാം കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയുടെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളൊരു തലക്കെട്ടോടുകൂടി പാർട്ട് 1, പാർട്ട് 2 നമ്മൾ ചെയ്തു. എന്നാൽ ഇന്ന് പാർട്ട് 3ലേക്ക് വരികയാണ്. അതിൻ്റെ തലക്കെട്ട് നാം കണ്ടതുപോലെ 100% കൃപ പ്രസംഗിച്ചത് ആരാണ്? 100% കൃപ പ്രസംഗിച്ചത് ആരാണ്? അപ്പോൾ തന്നെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ കാണാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്പമായിട്ട് അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് പൗലോസിൻ്റെ ഓൾറൗണ്ടർ ശുശ്രൂഷയെക്കുറിച്ചാണ്. അതായത് രാജ്യത്തിൻ്റെ സുവിശേഷത്തിലും കൃപയുടെ സുവിശേഷത്തിലും അല്ലെങ്കിൽ യഹൂദൻ്റെ മധ്യത്തിലും ജാതികളുടെ മധ്യത്തിലും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ യഹൂദൻ്റെ തിരസ്കരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ യഹൂദൻ ദൈവിക ആലോചനയെ തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ടാണ് ജാതികളിലേക്ക് പൗലോസ് അപ്പോസ്തലനായി തിരഞ്ഞെടുത്തുകൊണ്ട് ശുശ്രൂഷ കൃപയുടെ സുവിശേഷവുമായി അദ്ദേഹത്തെ ദൈവം പറഞ്ഞയക്കുന്നത്. അപ്പോൾ യഹൂദൻ ആരെയൊക്കെയാണ് തിരസ്കരിച്ചത്? നമുക്കറിയാം, സ്നാപയോഹന്നാൻ കർത്താവിന് മുൻപേ വഴിയൊരുക്കുവാനായി വന്നു. സ്നാപയോഹന്നാനെ അവർ തിരസ്കരിക്കുകയാണ്. അപ്പോൾ തന്നെ പിതാവായ ദൈവത്തിൻ്റെ ആലോചനയെ അവർ തിരസ്കരിക്കുകയാണ്. യേശുക്രിസ്തുവിന് വേണ്ട ബറാബാസിന് മതി എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെയും യഹൂദജനം തിരസ്കരിക്കുകയാണ്. ഒടുവിൽ 12 വരെ ദൈവം അവരുടെ ഇടയിലേക്ക് അയക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം വർഷിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ അന്യഭാഷകളും അടയാളങ്ങളും കാണിച്ച് ദൈവം വീണ്ടും ഈ ജനത്തോട് ഇടപെടുകയാണ്. അപ്പോഴൊക്കെയും ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെയും ഇവർ തിരസ്കരിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ തിരസ്കരിക്കുന്നു. അപ്പോൾ തന്നെ വീണ്ടും 7 പേരിൽപ്പെട്ട സ്തേഫാനോസും അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു. സ്തേഫാനോസിനെ കൂടെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ദൈവം അവരുടെ പദ്ധതിക്ക് വിരാമം കുറിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു മനുഷ്യനെ കൂടി ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും അയച്ചു. അദ്ദേഹം സിനഗോഗുകൾ തോറും, യഹൂദൻ്റെ സിനഗോഗുകൾ എവിടെയൊക്കെയുണ്ടോ അദ്ദേഹം യാത്ര ചെയ്ത് ജെറുസലേം തുടങ്ങി റോം വരെ സഞ്ചരിച്ച് ഓരോ സിനഗോഗിൽ ചെന്നുകൊണ്ട് യേശു തന്നെയാണ് മശിഹ എന്നുള്ളത് തെളിയിക്കുവാൻ വളരെ ശ്രമം നടത്തിയതായി നമുക്കറിയാം. എന്നാൽ ഇത്രയും ദൈവദാസന്മാരുടെയും ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശുശ്രൂഷകളെ തിരസ്കരിച്ച ഈ ജനം, റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ യഹൂദൻ അവൻ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യഹൂദൻ്റെ തിരസ്കരണം സംഭവിച്ചത് ഇത്രത്തോളം ശുശ്രൂഷകൾ യഹൂദൻ്റെ മധ്യത്തിൽ ദൈവം ചെയ്തപ്പോൾ ആ ശുശ്രൂഷയെ തിരസ്കരിച്ച് കളഞ്ഞ ജനത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. 11-ന്റെ 25-ാം വാക്യം: സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇസ്രായേലിന് ഭാഗികമായ തിമിരം, പാർഷ്യൽ ബ്ലൈൻഡ്നെസ് സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ദൈവിക ആലോചനയും ദൈവിക പ്രകാശവും ലഭിക്കുമ്പോൾ അതിനെ തിരസ്കരിച്ച് കളഞ്ഞാൽ ഏതൊരു മനുഷ്യനും ആത്മീക അന്ധരായിത്തീരും എന്നുള്ളത് ഇവിടെ ഒരു പാഠമായിട്ട് നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു കാര്യമാണ്. യഹൂദൻ ഇങ്ങനെ ഭാഗികമായി തിമിരം ബാധിച്ചവനായി, കാഴ്ചയില്ലാത്തവനായി തീർന്നു എന്നുള്ളത് ഇവിടെ പൗലോസ് പറയുകയാണ്. അവൻ്റെ തിരസ്കരണമാണ് ജാതികൾക്ക് രക്ഷ വരുവാൻ കാരണമായത് എന്നും പൗലോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് പൗലോസിൻ്റെ ഈ ഓൾറൗണ്ടർ ശുശ്രൂഷയാണ്. യഹൂദൻ ദൈവരാജ്യത്തെ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ കൃപയുടെ സുവിശേഷം ഏൽപ്പിച്ചുകൊണ്ട് പൗലോസിനെ ദൈവം എടുത്ത് ജാതികളുടെ അടുക്കിലേക്ക് അപ്പോസ്തലനായി അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ യഹൂദജനം തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ വീണ്ടും ദൈവം രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് പൗലോസിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ 2ാമത്തെ പാർട്ടിൽ നമ്മൾ ചിന്തിച്ചത് പൗലോസിൻ്റെ വ്യത്യസ്തമായൊരു ശുശ്രൂഷയെക്കുറിച്ച്, അല്ലെങ്കിൽ പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തെ അട്ടിമറിച്ചു എന്നുള്ള ഒരു ചിന്തയോടുകൂടെ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എപ്പിസോഡിൽ ചിന്തിച്ചത് ഇങ്ങനെയാണ്: പൗലോസിൻ്റെ അട്ടിമറി ശുശ്രൂഷ ന്യായപ്രമാണ യുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക്, അല്ലെങ്കിൽ പരിച്ഛേദനം വേണമെന്ന് പഴയ നിയമം പറയുമ്പോൾ പരിച്ഛേദന വേണ്ട എന്ന് പൗലോസ് പറയുന്നു. ശബത്ത് വേണമെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ ശബത്ത് വേണ്ട എന്ന് പൗലോസ് പറയുന്നു.
അപ്പോൾ തന്നെ ചിലത് ഭക്ഷിക്കരുത്. ചിതമ്പലില്ലാത്ത മത്സ്യത്തെയും അല്ലെങ്കിൽ അയവിറക്കാത്തതും കുളമ്പില്ലാത്തതുമായ അല്ലെങ്കിൽ ഇരട്ടക്കുളമ്പില്ലാത്തതുമായ പന്നിമാംസം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നമുക്ക് എന്തും ഭക്ഷിക്കാം, സ്തോത്രത്തോടുകൂടി നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് എന്തും കഴിക്കാം എന്ന് പൗലോസ് പറയുകയാണ്. തന്നെയുമല്ല, ന്യായപ്രമാണ സംബന്ധമായ രക്ഷയിൽ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ ജലസ്നാനം ആവശ്യമായിരുന്നു. എന്നാൽ പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് നമുക്ക് ആവശ്യം, ജലസ്നാനമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞ ആ രണ്ടാമത്തെ പാർട്ടിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. സംശയമുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി കാണാവുന്നതാണല്ലോ. പിന്നെ പറയുകയാണ്, ഭൂമിയിലെ പ്രത്യാശയായിരുന്നു രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, പ്രത്യാശ ഭൂമിയിലല്ല സ്വർഗത്തിലേക്ക് നമ്മൾ വെക്കണം എന്നുള്ളത് പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ യഹൂദൻ പ്രത്യേക ജനമായിരുന്നു എന്നുള്ളതാണ് പഴയ നിയമം പറയുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ഒരേപോലെയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായിത്തീരുന്ന ഓരോ വ്യക്തിയും യാതൊരു വേർതിരിവുമില്ലാതെ അവരെല്ലാവരും ഒന്നാണ് എന്നിവിടെ പഠിപ്പിക്കുകയാണ്, വേർതിരിവില്ല എന്ന് പഠിപ്പിക്കുകയാണ്. തന്നെയുമല്ല, ന്യായപ്രമാണ സംബന്ധമായി അവരുടെ പ്രത്യാശ ഹാനോക്ക് മുതലുള്ള അവരുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് അവർ ന്യായപ്രമാണ സംബന്ധമായി അവർ മനസ്സിലാക്കിയിരുന്നത്. കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപേ രഹസ്യത്തിൽ കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ മധ്യാകാശത്തിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും. ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ന്യായപ്രമാണ സംബന്ധമായി രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഒരു വരവിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ രണ്ട് വരവിനെക്കുറിച്ച് പറയുകയാണ്. ഒന്ന് മധ്യാകാശ വരവ്, രണ്ട് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും പൗലോസ് പറയുകയാണ്. തന്നെയുമല്ല, കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമെന്നുള്ളതാണ് രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള പ്രത്യാശ. എന്നാൽ പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, കർത്താവ് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരുന്നതിലുപരിയായിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്, നാം അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പൗലോസ് അട്ടിമറിച്ചു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തന്നെ പൗലോസ് ആണോ ഇത് അട്ടിമറിച്ചത് എന്ന് നാം ചിന്തിച്ചു. എന്നാൽ പൗലോസ് അല്ല ഇങ്ങനെ ചെയ്തത്. അത് ദൈവത്തിൻ്റെ അധികാരത്താൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്തത്. ന്യായപ്രമാണ യുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയപ്പോൾ നിയമത്തിലും അല്ലെങ്കിൽ രക്ഷാമാർഗത്തിലും തന്നെ ദൈവം വ്യത്യാസം കൊണ്ടുവന്നിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 1:1 നമുക്കൊന്ന് വായിക്കാം. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. കണ്ടോ, അപ്പോൾ പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലുമാണ് പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത്. അപ്പോൾ തന്നെ ഗലാത്യ 1:11-12 പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. വളരെ വ്യക്തമായി പൗലോസ് ഗലാത്യ ലേഖനത്തിലൂടെ തൻ്റെ അപ്പോസ്തലൻ എന്ന അധികാരം ദൈവത്താൽ തന്നതാണെന്നും താൻ ഈ ഉപദേശിക്കുന്ന ഉപദേശം ഇത് ദൈവം ഏൽപ്പിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇത് മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല, ഇതൊരു വെളിപ്പാടിനാൽ താൻ പ്രാപിച്ചതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, എഫെസ് ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ എഫെസ് ലേഖനം 3-ാം അധ്യായത്തിലേക്കൊന്ന് നമുക്കൊന്ന് പെട്ടെന്ന് ശ്രദ്ധയൊന്ന് ഓടിക്കാം. അവിടെ പറയുകയാണ്, മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്, 3-4 വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തനിക്കൊരു വെളിപ്പാടിനാലാണ് ഈ ഒരു മർമ്മിക സത്യം മനസ്സിലായത്. അനാദികാലം മുതലേ ദൈവം തൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ സത്യമാണ് പൗലോസിലൂടെ വെളിപ്പെടുത്തിയത്. പൗലോസ് പറയുകയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ഈ ലേഖനങ്ങളെ കൃത്യമായി വായിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഈ ലേഖനങ്ങളൊന്ന് വായിച്ചു നോക്കുക, വചനം അങ്ങനെ തന്നെയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പാർട്ട് 1-ലും പാർട്ട് 2-ലും നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. തന്നെയുമല്ല, ന്യായപ്രമാണത്താലല്ല കർമ്മമാർഗത്താലുമല്ല
വിശ്വാസമാർഗത്താൽ അത്രേ നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നീതീകരണം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് റോമാലേഖനം 3:20 3:27 വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? ന്യായപ്രമാണം വേണ്ട, അപ്പോൾ തന്നെ കർമ്മമാർഗം വേണ്ട, വിശ്വാസമാർഗം മതി എന്നുള്ളത് പൗലോസ് പറയുകയാണ്. അപ്പോൾ 10ഓളം പോയിന്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ന്യായപ്രമാണം, പരിച്ഛേദനം, ശബത്ത്, ഭക്ഷണ നിയമങ്ങൾ, ജലസ്നാനം, ഭൂമിയിലെ പ്രത്യാശ, യഹൂദനും ജാതിയും എന്നുള്ള വേർതിരിവ്, മഹത്വപ്രത്യക്ഷത, മനസ്സിലായോ? എന്നിത്യാദി കാര്യങ്ങൾ പൗലോസ് നേരെ അത് വേണ്ട, അല്ലെങ്കിൽ അതല്ല കാര്യം, മറ്റൊന്നാണ്, കൃപായുഗമാണ് വേണ്ടത്, പരിച്ഛേദനയല്ല വേണ്ടത്, അല്ലെങ്കിൽ ശബത്ത് നമുക്ക് വേണ്ട, നമുക്ക് എല്ലാം ഭക്ഷിക്കാം, അങ്ങനെയുള്ള ജലസ്നാനമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് നമുക്ക് ആവശ്യം, ഭൂമിയിലെ പ്രത്യാശയല്ല സ്വർഗത്തിലെ പ്രത്യാശയാണ് നമുക്ക് ആവശ്യം. ഇന്ന് യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ വ്യത്യാസം കൂടാതെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യങ്ങൾ പൗലോസ് രാവും പകലും പോലെയുള്ളൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു അട്ടിമറി സ്വഭാവത്തോടു കൂടിയുള്ള ശുശ്രൂഷ ദൈവത്താൽ അത് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. എന്നാൽ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 100% കൃപ പ്രസംഗിച്ചത് ആരാണ്? നമുക്കറിയാം എല്ലാ യുഗത്തിലും കൃപയാൽ തന്നെയാണ് രക്ഷ, അല്ലേ? അപ്പോൾ ആ കൃപയ്ക്കും, കൃപ എന്ന് പറയുമ്പോൾ തന്നെ കൃപകളിൽ വ്യത്യസ്തതകളുണ്ട്. നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ സകലത ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ ഓരോരുത്തർക്കും കൃപ കിട്ടിയപ്പോൾ അതിനോടുകൂടെ ചില പ്രവൃത്തികളും ആവശ്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കൃപായുഗത്തിൽ കൃപ എന്ന് പറയുമ്പോൾ 100% അത് ദൈവത്തിൻ്റെ കൃപയാണ്, സൗജന്യമാണ് എന്നുള്ളൊരു വ്യത്യസ്തതയാണ് കൃപായുഗത്തിലുള്ളത്. ഞാനതൊന്ന് വിശദീകരിക്കാം. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ ഒരു അധ്യായമാണ്. അതിൽ ഹാബേലിനെ കുറിച്ച് പറയുന്നു. ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. കണ്ടോ, അവൻ വിശ്വാസത്താൽ ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നോഹ എന്താ ചെയ്തത്? വിശ്വാസത്താൽ അദ്ദേഹം പെട്ടകം പണിതു എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്താൽ ഒരു യാഗം കഴിക്കേണ്ടതായി വന്നു, വിശ്വാസത്താൽ ഒരു പെട്ടകം പണിയേണ്ടതായിട്ട് വന്നു. അബ്രാഹാം എന്താ ചെയ്തത്? വിശ്വാസത്താൽ അവൻ പുറപ്പെടുവാനിടയായിത്തീർന്നു, വിശ്വാസത്താൽ തൻ്റെ മകനായി ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനിടയായിത്തീർന്നു. കണ്ടോ, ഇവിടെയെല്ലാം വിശ്വാസത്തോടു കൂടി പ്രവൃത്തിയും ആവശ്യമായിരുന്നു എന്നുള്ളതാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിനോട് ഈ എബ്രായ ലേഖനത്തിൽ ചിന്തിക്കാം. ജോസഫിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, മോശയുടെ വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ രാഹാബ് എന്ന ആ വേശ്യ സ്ത്രീയെക്കുറിച്ചുള്ള അവളുടെ വിശ്വാസത്തെക്കുറിച്ച്, അവളെങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഇവിടെ പറയുന്നു, രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. കണ്ടോ, അപ്പോൾ അവളെങ്ങനെയാണ് നീതിരിക്കപ്പെട്ടത്? ആ ചാരന്മാരെ അല്ലെങ്കിൽ ഒറ്റുനോക്കാൻ വന്നവരെ രക്ഷിച്ചു. ആ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് അവൾക്ക് വിശ്വാസം, അവൾ പ്രവൃത്തിയിൽ കാണിച്ചതുകൊണ്ടാണ് അവൾക്കും നീതീകരണം ലഭിച്ചത് എന്നുള്ളത് നമുക്കിവിടെ കാണുകയാണ്. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ, നമുക്കും സമയം പോരാ. അവരെല്ലാവരും വിശ്വാസത്തോടൊപ്പം ചില പ്രവൃത്തികളെയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. 40-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. അപ്പോൾ രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ അവരെപ്പോലെ അവർ പ്രവർത്തിച്ചു, വിശ്വാസത്തോടൊപ്പം പ്രവൃത്തി ആധാരമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം ഒന്നെടുക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ ലേഖനം ഈ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. നമ്മുടെ പിതാവായ അബ്രാഹാം തൻ്റെ മകനായി ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രവൃത്തിയാലാണ് നമ്മുടെ പിതാവായ അബ്രാഹാം നീതീകരിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. എന്നാൽ റോമാലേഖനം 4-ന്റെ 3-ാം വാക്യത്തിൽ എന്താണ് പൗലോസ് പറയുന്നത്? റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്കൊന്ന് എടുക്കാം. അവിടെ വായിക്കുകയാണ്, റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കണ്ടോ, ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എന്താണ് വായിച്ചത്? പ്രവൃത്തിയാലല്ലയോ അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ മാത്രമല്ല,
പ്രവൃത്തിയാലും കൂടിയാണ് അദ്ദേഹം നീതീകരിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. റോമാലേഖനം 5:1 പറയുകയാണ്, വിശ്വാസത്താൽ പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് ഇവിടെ നീതീകരണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ റോമാലേഖനം 3 24 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസം മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ രക്ഷ ലഭിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശിൽ എൻ്റെ പാപത്തിനുള്ള പരിഹാര യാഗമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് സൗജന്യമായി നീതീകരണം ലഭിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ സാരം. അപ്പോൾ 100% കൃപ പ്രസംഗിച്ചത് പൗലോസാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ തന്നെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ നമുക്കെപ്പോഴും സംശയം ജനിക്കുന്ന, അല്ലെങ്കിൽ ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സംശയം ആളുകൾ പങ്കുവയ്ക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അതിന് മറുപടിയും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം കൊർന്നലിയോസിൻ്റെ വീട്ടിലെ സംഭവമാണ്. അതിൻ്റെ 35-ാം വാക്യത്തിൽ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നുവെന്നും ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. ഇവിടെ എന്താണ് വേണ്ടത്? നീതി പ്രവർത്തികൾ ആവശ്യമാണ്. അപ്പോൾ പത്രോസ് പ്രസംഗിച്ച സുവിശേഷം കൃപയുടെ സുവിശേഷമാണോ, അതോ കൃപ പ്ലസ് വിശ്വാസം പ്ലസ് പ്രവൃത്തിയുടെ സുവിശേഷയാണോ? ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമായി പറയുകയാണ്, ദൈവം നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. എന്നാൽ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം നമുക്കൊന്നെടുത്ത് ഒന്ന് വായിച്ചു നോക്കാം. 3-ാം അധ്യായം, തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. പത്രോസ് എന്താ പറയുന്നത്? നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? നീതി പ്രവർത്തികളാലല്ല, ദൈവത്തിൻ്റെ കരുണയാൽ അത്രേ എന്ന് പറയുന്നു. ഇവിടെ ഒരു വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നില്ലേ? പത്രോസ് പറയുന്നു നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. പൗലോസ് പറയുന്നു നമ്മുടെ നീതി പ്രവർത്തി കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എന്നുള്ളത്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് എന്ന് പറയുകയാണ്. അതാണ് 100% കൃപ പ്രസംഗിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അത് പത്രോസ് അല്ല പ്രസംഗിച്ചത്. പത്രോസ് പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. അവിടെ വിശ്വാസം പ്ലസ് പ്രവൃത്തി ആവശ്യമായിരുന്നു. എന്നാൽ ആ യഹൂദജനം തൻ്റെ ദൈവത്തിൻ്റെ ആ ആലോചനയെ തിരസ്കരിച്ച് കളഞ്ഞത് മൂലം അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ പൗലോസിനെ അപ്പസ്വലനാക്കി ദൈവം തൻ്റെ വെളിപ്പാടിനാൽ കൊടുത്ത ഈ സുവിശേഷ പ്രകാരം നമുക്ക് നീതി പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് നമുക്ക് സൗജന്യമായ നീതീകരണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്കിന്ന് വായിക്കാം. ഇവിടെ വായിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, യേശുക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. ആ വാക്യത്തിൻ്റെ ആഴം കണ്ടോ? ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണം പറയുന്നു അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അപ്പോൾ ന്യായപ്രമാണം പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ ചെയ്താൽ ഞാൻ ജീവിക്കുമെന്നുള്ള നിയമമാണ് ന്യായപ്രമാണത്തിലുള്ളത്. അപ്പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ആ നീതിയാലല്ല പൗലോസ് മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, കണ്ടോ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാണ് തനിക്ക് പ്രിയം. മനസ്സിലായോ? വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം.
ഞാൻ യേശുക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ഇവിടെ പറയുന്നു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന്. അപ്പോൾ പൗലോസ് ന്യായപ്രമാണ സംബന്ധമായിട്ട് അനന്യനായിരുന്നു അല്ലേ. ന്യായപ്രമാണ സംബന്ധമായിട്ട് സ്വന്തം നീതി സ്ഥാപിക്കുവാൻ നോക്കിയപ്പോൾ അവിടെ പരാജയം സംഭവിച്ചു. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു നീതിയല്ല തനിക്ക് ലഭിച്ചത്, മറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ദൈവം അവനെ നീതീകരിക്കുന്നു. ആ യേശുക്രിസ്തു സകലതും എനിക്ക് വേണ്ടി നിവർത്തിച്ചു തന്നു. ആ നിവർത്തിച്ച കർത്താവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ ആ നീതി എനിക്ക് കണക്കിടുകയാണ് എന്നുള്ളത്. ആ നീതി കൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ഗോളം എങ്ങനെയാണ് ക്രിസ്തുവിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? കൃപയാലാണ് എന്ന് പറയുകയും ചെയ്യും, ന്യായപ്രമാണത്തിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്ലസ് പ്രവൃത്തി. പ്രിയമുള്ളവരെ, എന്തെങ്കിലും പ്രവർത്തിച്ച് രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറച്ച് കാണുന്നവരായിട്ടാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എൻ്റെ രക്ഷയ്ക്ക് പര്യാപ്തമല്ല, ഞാൻ എന്തെങ്കിലും കൂടി ചെയ്താൽ മാത്രമാണ് രക്ഷ പൂർണ്ണമാകൂ എന്ന് പറയുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഒരർത്ഥത്തിൽ കുറച്ച് കാണുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൂടി വേണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയും കൃപയും രണ്ടും മിക്സായി പോകുന്നത്. അങ്ങനെ 100% കൃപയിലൂടെയാണ് നമുക്ക് രക്ഷ എന്ന് പറയുമ്പോൾ ദൈവത്തോട് നമ്മൾ മറുതലിക്കുകയാണ്. പ്രവർത്തിച്ചും കൂടി രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർ, എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ച് അല്ലെങ്കിൽ സ്വന്തം നീതീകരണം നടത്തി അല്ലെങ്കിൽ ഞാനൊരു നീതി പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയിരിക്കുന്നു. ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് ഇനി നീതീകരണം ലഭിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ ദൈവം ഈ കാലഘട്ടത്തിൽ തുറന്നിരിക്കുന്ന രക്ഷയിൽ നിന്ന് നിങ്ങൾ താഴേക്ക് പോയി, നിങ്ങൾക്ക് ആ രക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നതിൻ്റെ സാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തന്നെ എങ്കിൽ പത്രോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ തന്നെ നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും പത്രോസ് 100% കൃപയെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസിന് അനാദികാലം മറഞ്ഞിരുന്ന മാർമിക സത്യത്തിലൂടെ ദൈവം സുവിശേഷം വെളിപ്പെടുത്തിയപ്പോൾ താൻ പറഞ്ഞ സുവിശേഷത്തിൽ 100% രക്ഷയുടെ മാർഗം സൗജന്യമാണ്, 100% കൃപയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 1 കൊരിന്ത്യർ ലേഖനം, ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു സകല മാനവകുലത്തിനും വേണ്ടി പാപത്തിന് ചെയ്ത പരിഹാര യാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ വിശ്വസിക്കുമ്പോൾ എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ദൈവം എന്ത് ചെയ്തു? മുദ്രയിടുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി. വിശ്വസിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർത്തു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ തന്നെ എഫെസ് ലേഖനം 4-5 പറയുകയാണ്, ഒരു സ്നാനം, ഏക സ്നാനത്താലാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നത്. അത് ജലസ്നാനമല്ല, അത് അഗ്നിയാലുള്ള സ്നാനമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് എന്നുള്ളത് പാർട്ട് 2-ൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ തന്നെ എഫെസ് ലേഖനം 2-8-9 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കൂടെ വായിക്കുന്ന വാക്യമാണ് എങ്കിൽ പോലും ഒരു പ്രാവശ്യം കൂടി നമുക്കതൊന്ന് വായിക്കാം. എഫെസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കണ്ടോ, പത്രോസ് പറഞ്ഞു നീതി പ്രവർത്തിക്കുന്നതിന് ദൈവം അംഗീകരിക്കുന്നു, ചിലതൊക്കെ പ്രവർത്തിക്കണം. പൗലോസ് പറയുന്നു വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ആരും ഞാൻ എന്തോ ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്ന് ആർക്കും പറയാൻ പറ്റാതെ വണ്ണം ദൈവം പഴുതടച്ച് 100% കൃപയിലൂടെയാണ് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത് എന്നിവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നീട് നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 100% കൃപയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 100% കൃപ പ്രസംഗിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് റോമാലേഖനം 11-ന്റെ 6-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല.
അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? കൃപയാലാണ് എങ്കിൽ അത് പ്രവൃത്തിയാലല്ല. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് 100% കൃപ തന്നെയാണ്. അതിനോടൊരു കുഞ്ഞു പ്രവൃത്തി പോലും, ഒരു ചെറിയ പ്രവൃത്തി പോലും ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ എന്തായിത്തീരും? അത് കൃപയല്ലാതായി തീരും എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ദൈവം സൗജന്യമായി കൃപയാലാണ് നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ഈ ശുദ്ധവചനത്തോട് വെള്ളം ചേർക്കുന്നതിനോട് തുല്യമായി തീരും. അല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശൗൽ രാജാവ് കാണിച്ച ഒരു അനുസരണക്കേട് പോലെ, ആ ദേശത്തുനിന്ന് ഒന്നും എടുക്കരുത് എന്ന് ശൗലിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹം നോക്കിയപ്പോൾ ആ മുഴുത്ത കാളയെയും ആട്ടുകുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ഇസ്രായേലിലേക്ക്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വാക്ക് കേട്ട് അനുസരിക്കുന്നതോ അതോ ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണോ ദൈവത്തിന് പ്രസാദം എന്നുള്ളത് ശമൂവേൽ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ലാതായി തീരും. അപ്പോൾ 100% പ്രവൃത്തിയാൽ അല്ലാതെ കൃപയാൽ 100% നമുക്ക് സൗജന്യമായ ഒരു രക്ഷയാണ് കൃപായുഗത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് നൽകിയ സുവിശേഷത്തിലുള്ളത്. അതുകൊണ്ട് 100% കൃപ പ്രസംഗിച്ചത് വിശുദ്ധ പൗലോസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ അപ്പോസ്തലൻ വീണ്ടും ആ റോമാലേഖനം 6:14 വാക്യം ഒന്നുകൂടി നമുക്കൊന്ന് വായിക്കാം. ഇവിടെ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കണ്ടോ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കാണ് നിങ്ങൾ കീഴിൽ, അല്ലെങ്കിൽ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ച് ക്രിസ്തുയേശുവിലുള്ള ഏക വിശ്വാസത്താൽ നമുക്ക് നീതീകരണം പ്രാപിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ സകലത്തിൽ നിന്നും നമുക്കൊരു മോചനമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു നിത്യജീവനിലേക്കുള്ളൊരു പ്രവേശനമുണ്ട്, നമുക്കൊരു നിത്യസ്വർഗീയ പൗരത്വമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ശുശ്രൂഷയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. രാജ്യത്തിൻ്റെ സുവിശേഷത്തിലും കൃപയുടെ സുവിശേഷത്തിലും യഹൂദൻ്റെ ഇടയിലും ജാതികളുടെ ഇടയിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ 30 വർഷത്തെ കാലയന്തരവിൽ ദൈവം കൊടുത്ത വെളിപ്പാടിനാൽ അദ്ദേഹം ആ ശുശ്രൂഷയിലേക്ക് എത്തിപ്പെട്ടു, കൃപയുടെ സുവിശേഷം ലോകത്തോട് അറിയിച്ചു. അപ്പോൾ തന്നെ ന്യായപ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായ രാവും പകലയും പോലെ ഇരിക്കുന്ന അട്ടിമറി സ്വഭാവത്തോടു കൂടിയുള്ള ഒരു സുവിശേഷമാണ് പൗലോസ് പറഞ്ഞത്. അത് തന്നെയുമല്ല, വിശ്വാസം പ്ലസ് പ്രവൃത്തി എന്നുള്ളതിൽ നിന്നും വിശ്വാസത്തിലേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തിൽ വിശ്വസിക്കണം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കണം. മറ്റെന്തെങ്കിലും വിശ്വസിച്ചാൽ രക്ഷയുണ്ടെന്ന് നമുക്ക് വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയുകയില്ല. രക്ഷ വേണമോ? കർത്താവ് നിവർത്തിച്ച ക്രൂശീകരണത്തിൽ, കർത്താവ് ക്രൂശിൽ ചിന്തിയ രക്തത്താലാണ് നമുക്ക് വിടുതലും പാപമോചനവും രക്ഷയുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ വിശ്വാസം. അതിലുള്ള ആഴമായ വിശ്വാസവും സമർപ്പണവും ഇന്ന് നമുക്ക് നിത്യജീവൻ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ 100% കൃപയുടെ സുവിശേഷമാണ് റാപ്ചർ വരെ, കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ നിലവിലുള്ളത്. അതിനുശേഷം വീണ്ടും ദൈവം നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് 7 വർഷത്തെ മഹാപീഡനകാലമുള്ളത്. അതിനുശേഷം 1000 ആണ്ടിലേക്ക് കർത്താവ് കടക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള പ്രത്യാശയുള്ളവർ കടക്കും. അതിനുശേഷം 1000 ആണ്ടിന് ശേഷം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും എഫെസ്യ ലേഖനം 1:10 പറയുന്നത് പോലെ വീണ്ടും പുത്തനാം യെരുശലേമിൽ ഒന്നിക്കുന്ന അനുഗ്രഹപ്പെട്ടതായിട്ടുള്ള ഒരു ദൈവിക വചന ചിന്തയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഈ ഒരു വലിയ ചിന്തയാണ് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നത്. അതുകൊണ്ട് ഈ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. 100% സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷ പ്രവൃത്തി കൂടാതെ ഏറ്റെടുക്കുക, ദൈവത്തെ അനുസരിക്കുക. ശൗലിനെ പോലെ അനുസരണക്കേട് കാണിക്കാതെ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതിലല്ല കാര്യം. ദൈവം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ അനുസരിക്കുക, അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആധാരമായിരിക്കുന്നത്. അപ്പോൾ തന്നെ വിശ്വാസിയായ നാം എന്തെങ്കിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നമുക്ക് നിത്യതയിൽ അത് കൂലിക്ക് കാരണമായി തീരും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പ്രതിഫലത്തിന് കാരണമായി തീരും എന്നേ ഉള്ളൂ. രക്ഷ സൗജന്യമാണ്. പ്രവർത്തിച്ചാൽ, രക്ഷിക്കപ്പെട്ടവൻ പ്രവർത്തിച്ചാൽ, കർത്താവിൻ്റെ സുവിശേഷത്തിന് ഭാഗഭാക്കായി തീർന്നാൽ അവന് നിത്യതയിൽ പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ നല്ല പ്രവൃത്തികളും ആവശ്യമാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള രക്ഷാമാർഗത്തിൽ എത്തിപ്പെട്ട് സൗജന്യമായി ഏവർക്കും രക്ഷപ്പെടാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.